ഇത് പക്ക ഫുൾ ഗോൾഡിന്റെ സാരി. എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ബ്ലൗസസിൽ. ഇത്രയും നാള് നമ്മൾ പിടിച്ച ഹാൻഡ്ലൂം കോട്ടൺ ഒന്നും അല്ല കേട്ടോ ഇത് നമുക്ക് കേരള ട്രഡീഷണൽ വെയറിൽ ഇവിടെ അവൈലബിൾ ആണ്. ഈ സാരി മാറി വീണ്ടും എത്തി അടിപൊളി ഒരു ഡിസൈനർ വിത്ത് ബ്ലൗസ് ആയിട്ട് അല്ലേ. മുണ്ടൊക്കെ ഉടുത്ത് പുറത്ത് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയത് പ്ലെയിൻ ആയിട്ടുള്ളത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും തിന്നായിട്ടുള്ള ഓർഗൻസ് ആണ്. ചാർജ് ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഗാനമേ അതേ വന്നു. എത്ര മിനിറ്റ് എടുത്തു മാം എടുക്കാൻ? 1 മിനിറ്റ് പോലും വന്നില്ല സത്യം പറയുകയാണെങ്കിൽ. ആക്ച്വലി 13 ഷോറൂംസ് ഉണ്ട്. കിഡ്സിന് നമുക്ക് 1 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഫേമസ് ബ്രാൻഡ് ആണ് കേട്ടോ സുധ എന്ന ബ്രാൻഡിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് മീഡിയം മതി. ഇപ്പൊ ഇത് ചോദിച്ചാൽ വേറെ ഉണ്ടാവില്ല. പ്യുവർ ഓർഗൻസിൽ വരുന്നതാണ് കേട്ടോ ഇത്. നമുക്ക് 17,000 ഓഫ് വ്യൂവേഴ്സ് ഉണ്ട്. ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ. ബീച്ച് വെയർ ടൈപ്പ് ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ട്. 1 മിനിറ്റ് കൊണ്ട് സാരി ഉടുക്കണം എനിക്ക്. അപ്പൊ ഇതൊന്നും അതുപോലെ ഒന്ന് സെറ്റ് ആക്കിയാൽ. കോപ്പി റൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, ബട്ട് സുത്തയോട് പിടിച്ചു നിൽക്കാൻ അതിനൊന്നിനും കഴിഞ്ഞിട്ടില്ല. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല ഇവർക്ക് സ്റ്റോർ ഉള്ളത്. ഇവർക്ക് ആക്ച്വലി 13 ഷോറൂംസ് ഉണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്ത് മുംബൈയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ 13 ഷോറൂമിന്റെ പേര് അറിയണ്ടേ? പേര് വരുന്നത് സുധ എന്ന് പറയുന്നത് വെറുതെ ഷോറൂമിന്റെ പേര് മാത്രമല്ല, അതൊരു ബ്രാൻഡാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ട്രിവാൻഡ്രം എവിടെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മരപ്പാലം ജംഗ്ഷനാണ്. ആ 3 കൂടി ജംഗ്ഷനൊക്കെ കാണുന്ന വഴി എന്നൊക്കെ പറയുന്നത്. ഇത് ആക്ച്വലി ട്രിവാൻഡ്രത്ത് പട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഒന്നുകൂടി എക്സാക്ട് ആയിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കാണുന്നത് ആങ്കർ ഫിസിയോതെറപ്പി ആൻഡ് സ്പോർട്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. ഫുൾ എത്നിക് വെയർ കളക്ഷൻസ്, മെൻസ്, ലേഡീസ്, അതുപോലെ തന്നെ കിഡ്സിന്റെ എല്ലാവിധ ഐറ്റംസ് എത്നിക് വെയറിന് ഇവിടെ കിട്ടും. എവിടെ? സുധ. ഇത് വലിയൊരു ബിഗ്ഗസ്റ്റ് ഫേമസ് ബ്രാൻഡാണ് കേട്ടോ സുധ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കണ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു തൃപ്തി. അപ്പൊ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. എന്തായാലും എന്താ ഇവിടുത്തെ, പിന്നെ റീറ്റെയിലാണ്. ആ കാര്യം ഞാൻ പറയാൻ മറന്നു അല്ലേ. ഹായ്, എന്താണ്? സുഖം ഫുൾ മേക്കപ്പിലാണ് അല്ലേ? അങ്ങനെ പറഞ്ഞു നാറ്റിക്കല്ലേ ചേച്ചി. നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിക്കാം. നല്ല രസമുള്ള സാരീസ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും വരും എൻ്റെ കൂടെ? ആ, നീതു കുട്ടി. നീതു ആണോ പേര്? നീതു. നമുക്ക് സാരീസ് ഇഷ്ടംപോലെ വെറൈറ്റീസ് കാണുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് കാണിക്കാൻ പറ്റും? ഷുവർ ആയിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇവിടെ സ്റ്റോറിലുള്ളത്? നമുക്ക് മെയിൻലി വരുന്നത് മൽക്കോട്ടൺ ആണ്. മൽക്കോട്ടൺ, പിന്നെ വിസ്കോസ് വരുന്നുണ്ട്, ഓർഗൻസ് വരുന്നുണ്ട്. ഫെസ്റ്റീവ് കളക്ഷൻസിന്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് വരുന്നുണ്ട്. മൊത്തം സാരീസിന്റെ ഒരു വെറൈറ്റി ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ സാരീസ് മാത്രമല്ല, ഇവിടെ നമുക്ക് സ്റ്റിച്ചഡ് ബ്ലൗസസ് വരുന്നുണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ തന്നെ ഒരു വൻ ശേഖരം എന്ന് പറഞ്ഞാൽ വൻ ശേഖരമാണ്. ഒരിക്കലും നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്ന കാണാത്ത ഒരു വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാം. അതും സ്ലീവ്ലെസ്, സ്ലീവ് ഉള്ളത്, അങ്ങനെ വെറൈറ്റീസ്. ഹെവി വർക്ക് വേണോ, പ്ലെയിനിൽ വേണോ, അങ്ങനെ ചെയ്യാനും പറ്റും. കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്ന വെച്ചാൽ നമുക്ക് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ. നമുക്കിവിടെ റണ്ണിങ് ബ്ലൗസസ് വരുന്നുണ്ട്, അത് ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് കൊടുക്കണേക്കാളും നല്ലത് നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം. എന്തായാലും ഇവിടെ ലേഡീസിന്റെ മാത്രമല്ല കിഡ്സിന്റെയും അതേപോലെ തന്നെ മെൻസ് വെയർ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഞാൻ ഉടുത്ത ഈ ഒരു മൽ കോട്ടന്റെ സാരീസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇത് പക്ക പ്ലെയിൻ പ്യുവർ മൽ കോട്ടണിൽ വരുന്ന സാരിയാണ് വിത്ത് ഡിസൈനർ ഒരു ബ്ലൗസ് ആയിട്ട്. ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു എന്നുവെച്ചാൽ ഇവിടെ ഓൾറെഡി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് സൈസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. അപ്പൊ ബ്ലൗസിന്റെ സൈസസ് വരുന്നത് നമുക്ക് എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ സൈസ്. അത് എങ്ങനെ വേണമെങ്കിലും വലിപ്പം കൂട്ടാ ചെറുതാക്കി. ഇനി ഞാൻ ചോദിക്കുന്നത് ഈ മൽക്കോട്ടന്റെ നമുക്ക് എവിടെ കളക്ഷൻ ഇരിക്കുന്നത്? മൽക്കോട്ടൺ പ്ലെയിൻ മൽക്കോട്ടൺസ് എല്ലാം നമ്മൾ മുകളിൽ വെച്ചേക്കുന്നത് മാം. അതിൽ കര വരുന്നുണ്ട്, ബോർഡർ വരുന്നുണ്ട്, ടസൽ ഡിഫറെന്റ് ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇതിലിപ്പോൾ മാം ഇട്ടേക്കുന്നത് അതിന്റെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളത് സെയിം കളറാ. നമുക്ക് ഡിഫറെന്റ് ടസൽസ് വരുന്നതും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇത് പ്ലെയിൻ ആണ്, ഉടുത്ത് വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ, പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ. നമുക്ക് ശരിക്കും സൂചിയുടെ ആവശ്യം വരുന്നില്ല, പിന്നെ ആവശ്യമില്ല. ഫ്ലീറ്റ് കൊടുത്താൽ അവിടെ അങ്ങനെ കിടന്നോളൂ. ഇനിയിപ്പോ ഇത് പ്ലെയിൻ അല്ലാണ്ട് നമുക്ക് ഇതിൽ വർക്കുകൾ വരുന്നുണ്ടോ? വർക്കുകൾ വരുന്നുണ്ട്, ചുംകീസ് വരുന്നുണ്ട്. പ്ലെയിൻ മല്ലിൽ തന്നെ ചുംകീസ് വരുന്നുണ്ട്. ഓക്കെ, ഇതല്ലേ ചുമക്കി വരും. ഇതും സെയിം ആ ഒരു ഫൈബ്രിക്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തൊട്ട് ഫീൽ ചെയ്യുന്നതിന്റെ ആ ഒരു സുഖം വേറെ തന്നെയാട്ടോ. സ്കിൻ ഫ്രണ്ട്ലി ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഇനിയിപ്പോ ഒക്കെ പ്ലെയിൻ ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് പ്രിന്റിന് വരുന്നുണ്ട് അല്ലേ? പ്രിന്റ് വരുന്നുണ്ട്. ഇതാ
ഇത് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ, ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക്, ബോർഡർ വേണമെങ്കിൽ ബോർഡറിൽ. അതുപോലെ പ്രിന്റ് നമുക്ക് ഇതെല്ലാം ഹാൻഡ് പ്രിന്റ് വരുന്നതാണ്. ഫുൾ ഇത് വാഷ് ചെയ്താൽ കംപ്ലൈന്റ് ഒന്നും വരില്ല. ഇല്ല ഇല്ല ഇല്ല, അതൊക്കെ നമ്മള് അത്രയും പക്കയായിട്ടാണ് അതിന്റെ പ്രിന്റ്സ്. ഇതിന്റെ യൂണീക്ക് പ്രിന്റ്സും ആണ്. ഇപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഉണ്ടാവില്ല. വേറെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഓർഡർ ചെയ്ത് അടുത്തത് വരുത്തണം. അല്ലാണ്ട് സ്റ്റോറിൽ ഒരെണ്ണത്തിന് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അതിന്റെ സാരീസ് ഒക്കെ നമുക്ക് അങ്ങനെ ആയിരിക്കും. കുറേ ഡിഫറെന്റ് പ്രിന്റ്സ്, കലംകാരി സ്റ്റൈൽ, അങ്ങനെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഏത് പ്രിന്റ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും. കുട്ടി ഇതൊന്നും പിടിച്ച വേഗം. ഇത് കൂടാണ്ട് നമുക്ക് പോൾക്ക ഡോട്ട്സ് വരുന്നതും ഉണ്ട് കേട്ടോ. പോൾക്ക ഡോട്ട്സിൽ ഇതൊക്കെ പോൾക്ക ഡോട്ട്സിൽ വരുന്നത് ഫുൾ മൽ കോട്ടൺ. ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക് ഡേ കളക്ഷൻ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞു പോയി. റിപ്പബ്ലിക് ഡേ ഒക്കെ ശരിക്കും ആ ഒരു ഓറഞ്ച് ഗ്രീൻ വൈറ്റ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നതാ ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇത് ഫുൾ മൽ കോട്ടന്റെ കളക്ഷൻസ് ആയി. ഇത് കൂടാണ്ട് അടുത്ത കളക്ഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് ഇത് ഇവിടെ തന്നെ പിടിക്കാം. നമുക്ക് ട്രഡീഷണൽ കേരള വേഴ്സിൽ വരുന്നതാണ് ഇതെല്ലാം. ഇത് ഫുൾ അല്ലേ കേരള. വാവ്, ഇത് ട്രഡീഷണൽ കേരള കളക്ഷൻസ് ആണ്. ഇത് കേരള ട്രഡീഷണൽ നോക്കണേക്കാളും മുന്നേ എനിക്ക് ഈ ഒരു സംഭവം മൽക്കോട്ടല്ല, മൽക്കോട്ടൺ മല്ലും കോട്ടണും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്നത്. ഞാൻ ഉടുത്തിരിക്കുന്നത് പ്യുവർ മൽക്കോട്ടൺ, പക്ഷെ ഇത് കുറച്ച് ബ്ലെൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സ്റ്റിഫായി നിൽക്കുന്ന ഒരു ഇതില് പ്രിന്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് കേരള വെയർ ട്രഡീഷണൽ വെയറിൽ വരുന്നതാ. കേരള ട്രഡീഷണലിൽ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഒരുപാട് ഒക്കെ മൽക്കോട്ടനിലാണ് വരുന്നത്. പക്ക മൽക്കോട്ടൻ്റെ മൽക്കോട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കോട്ടൺ, ഒരു സോഫ്റ്റ് ആയിട്ട് ഫീലിംഗ്. ട്രഡീഷണൽ വെയറിൽ എല്ലാവരും ഒരു ടിഷ്യൂ ടെക്സ്ചറാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എൻറ്റയർലി ഡിഫറെന്റ് ആണ് സുത. അതെ, എൻറ്റയർലി ഡിഫറെന്റ് കളക്ഷൻസ് നമുക്ക് കേരള ട്രഡീഷണൽ വെയറിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ കേരള ട്രഡീഷണൽ. ഇവരുടെ എന്താ പറയാ, ഞാൻ ടോട്ടലി 101% സാറ്റിസ്ഫൈ ആണ്. നമുക്ക് ആ ഫീലിംഗ് കിട്ടുമ്പോൾ ഇല്ലേ, ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു സുഖം. ഇതൊക്കെ വരുന്നത് നമുക്ക് കേരള ട്രഡീഷണൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. കണ്ടോ, നല്ല കസവോട് കൂടിയിട്ട് അതിൽ വലിയ ബോർഡർ, ചെറിയ ബോർഡർ, ഇതൊക്കെ ഫുൾ കേരള ട്രഡീഷണൽ വെയറിൻ്റെ. ഇത് 365 ഡേയ്സ് ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ മേടിക്കാൻ പറ്റും? നമുക്ക് ഓൺലൈൻ ഉണ്ട്, പിന്നെ നമുക്ക് സ്റ്റോർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതുണ്ട്. സ്റ്റോർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് സ്റ്റോറിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, ഓൺലൈനിൽ കിട്ടില്ല. ആക്ച്വലി സുധ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സുധ എന്ന് പറയുമ്പോൾ വലിയൊരു ബിഗ്ഗസ്റ്റ് ബ്രാൻഡാണ്. ഇത് കേരളത്തിൽ ഇപ്പോൾ ശരിക്കും 2 ഷോറൂമാണ്. കേരളത്തിൽ നമുക്ക് കൊച്ചിയിലുണ്ട്, പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് നമ്മൾ. പക്ഷെ ഇവർക്ക് മുംബൈയിലും ഉണ്ട്. ആക്ച്വലി 13 ഷോറൂമാണ് ഉള്ളത് മൊത്തത്തിൽ വരുന്നത്. അപ്പൊ കേരളത്തിൽ 2 ഉള്ളു. അപ്പൊ ഇവിടെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് മേടിക്കുന്നതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പിന്നെ 7 days നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അത് സ്റ്റോറിൽ വരാണെങ്കിൽ. പിന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വെബ്സൈറ്റിൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നത് എപ്പോഴും സ്റ്റോറിൽ തന്നെയായിരിക്കും. ഓൺലൈൻ എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും പറയുന്നതും അതാണ്. നമുക്ക് ഓൺലൈൻ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ സ്റ്റോറിൽ ഡയറക്റ്റ് വന്നിട്ട് അത് ടച്ച് ചെയ്ത്. ഞാൻ പറയുകയാണെങ്കിൽ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ട് നമ്മൾ മേടിക്കുന്നേക്കാളും നല്ലത് നമുക്ക് ഡയറക്റ്റ് വരായിരിക്കും നല്ലത്. കാരണം നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കൊറിയർ പൈസ എടുത്ത് നമ്മൾ തന്നെ നമ്മുടെ തന്നെ റിസ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് കൊടുത്താൽ മതി. അപ്പം നേരിട്ട് സ്റ്റോറിലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു പറയും, ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യും. വന്നവർ നോക്കുമ്പോഴത്തേനും എനിക്കത് ഞാൻ വിചാരിച്ച അത്രയും അല്ല, ഓക്കെ അല്ല, ഞാൻ വേറെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റിസ്ക് ആണ്. അപ്പൊ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇവരെ ഏൽപ്പിച്ചോ, നീതുല ആക്ച്വലി സുധേനെ ഏൽപ്പിച്ചോ. നമുക്ക് വെബ്സൈറ്റ് ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ നമ്മൾ അവിടെ തന്നെ നിന്ന് പോകണ്ട. ഈ കാണുന്ന തിളങ്ങണത് മൊത്തം എന്താ? ആക്രിലിക്കും കൂടെ ബ്ലെൻഡ് ആയിട്ട്, കോട്ടൺ അക്രിലിക് ബ്ലെൻഡ് ആയിട്ട് വരുന്ന കുറെ വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇത് ഫുൾ അതിന്റെ ഇഷ്ടം പോലെ നമുക്ക് എടുത്താലും കണ്ടാലും തീരില്ല, അത്രയും അധികം കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ കയ്യിൽ കിട്ടുന്ന 2-3 പീസ് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ വെബ്സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതൊക്കെ വെബ്സൈറ്റിൽ കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. അതിൽ കുറച്ച് പീസസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് എക്സ്ക്ലൂസീവ് കളക്ഷൻ്റെ ഒരു ഫുൾ ഈ കാണുന്നത് മൊത്തം എക്സ്ക്ലൂസീവ് സാരീസിന്റെ കളക്ഷൻസ്. ഇതൊന്നും നമുക്ക് വെബ്സൈറ്റിൽ പോയാൽ കിട്ടില്ല. ഇതൊക്കെ നമുക്ക് കാണണം കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി പിന്നെ വരുന്നത് ഇത് നമുക്ക് സോഫ്റ്റ് ഓർഗൻസയില് ഹാൻഡ് പ്രിന്റ് വർക്ക് വരുന്നത്. ഹാൻഡ് പ്രിന്റ് അല്ല, ഹാൻഡ് വർക്ക് ഫുൾ. ആ ശരിക്കും സൂം ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ്. പല്ലു മോഡൽ വരുന്നതാണ്. പല്ലു ഓർഗൻസ, പ്യുവർ ഓർഗൻസയിൽ വരുന്നതാണ് കേട്ടോ. ഇത് നല്ല വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ സ്വീക്വൻസ് വർക്ക് തിന്നാണ്. അതെ, ഭയങ്കര തിൻ എന്നാ സീ ത്രൂ ആണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതും സീ ത്രൂ ആയാലും അത്ര വലിയ എന്താ പറയാ, അങ്ങനെ വലുതായിട്ട് എക്സ്പോസിംഗ് ആയിട്ടുള്ളതല്ല. ഇതിനേക്കാൾ അക്രമം കാണിച്ചിട്ട് നടക്കണം. പിന്നാണ് ഒന്നുമില്ല. ഇത് നമുക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും തിന്നായിട്ടുള്ള ഓർഗൻസ, പ്യുവർ ഓർഗൻസ. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ സീ ത്രൂ ആണ്, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഇത് ഹാൻഡ് പ്രിന്റ് ആണ് കേട്ടോ. ഇത് ഹാൻഡ് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ക ബ്രഷ് പെയിന്റ്. ഇത് ഫുൾ ബ്രഷ് പെയിന്റിൽ വരുന്നത്. അപ്പം നമുക്ക് ബ്രഷ് പെയിന്റ്
ഇത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവില്ല. ഇത് ഫുൾ ഓർഗൻസയുടെ കളക്ഷൻ കേട്ടോ ഈ കാണുന്നത് മൊത്തം. വിസ്കോസ് വരുന്നുണ്ട്. വിസ്കോസും ഉണ്ട് അല്ലേ? ഇത് മോഡൽ സിൽക്കാണ്. ഓ എന്ത് രസമല്ലേ, നല്ല ഓരോന്നോരോന്ന് പഠിക്കുമ്പോൾ അതിന്. ഇത് കേരള ട്രഡീഷണൽ വെയർ അല്ലേ, അതിലും പെടുത്താം നമുക്ക്. പിന്നെ സിൽക്ക്, പ്യുവർ സിൽക്കാണ്. പ്യുവർ സിൽക്കിൽ കേരള ട്രഡീഷണൽ വെയർ ആയിട്ടും ബ്രൈഡിന് വേണമെങ്കിൽ നമുക്ക് അതിനും യൂസ് ചെയ്യാം. ബ്രൈഡിനൊക്കെ ഇവിടെ വരില്ലേ? ഇത് പക്ക ഫുൾ ഗോൾഡിന്റെ സാരി. അതിൽ വേറെ ആക്ച്വലി വേറെ കളർ വേരിയൻസ് വരുന്നുണ്ട്. ഈ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഒരെണ്ണം തന്നെയുള്ളൂ. ഇതിന് വേറെ പിടിക്കാനായിട്ട് ഒന്നുമില്ല. ഇനി ഇത് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കളർ വേരിയൻസ് ആണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കില്ല. അപ്പൊ ഓർണമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കും. ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ജ്വല്ലറീസ് ഉണ്ടല്ലോ. ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ. അവരുടെ ഒരു ചെറിയൊരു കമ്മലാണ് ഞാൻ ഇട്ടില്ല കേട്ടോ, ഭയങ്കര ചെറിയ കമ്മല്. ഈ കമ്മലും കുറച്ച് യൂണിക്കാണ് കണ്ടോ, നല്ല രസമില്ലേ ഇതിന്റെ. ഇത് നമുക്ക് പുറത്ത് ഒരിടത്തും അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. ഇത് സുധ സ്പെഷ്യൽ. അപ്പൊ ഈ സുധ എന്ന് പറഞ്ഞാൽ എന്താ? അവര് സിസ്റ്റേഴ്സ് ആണ്, സുജാത ആൻഡ് താനിയ. അവരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സുധ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ സുധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് എന്നും കൂടെ അർത്ഥമുണ്ട്. പിന്നെ ഡോട്ടർ എന്നാണ് സംസ്കൃതത്തിൽ എൻ്റെ അർത്ഥം. അവര് സിബ്ലിങ്സ്. അവര് 2016 ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു സുധ വന്നിട്ടുള്ളത്. അപ്പൊ രണ്ട് സിസ്റ്ററുടെ ഒരു അധ്വാനമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇത്രയും വലിയൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സുധ എന്ന് പറഞ്ഞാൽ 2016 ഇപ്പൊ 2025 അത്രയും വലിയൊരു ബ്രാൻഡായി മാറി. ഒരു കുറഞ്ഞ കാലയളവ് കൊണ്ട് ഇത്രയും വലിയൊരു ബ്രാൻഡ്, അതും 13 ഷോറൂം, അതും 2 പെണ്ണുകൾ ഒറ്റയ്ക്ക് നടത്താന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പൊ ഇത് ഒരു എന്താ പറയാ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കും ചെയ്തു. ഇവിടെ എല്ലാരും ലേഡി സ്റ്റാഫ്സ് ആണ് ഉള്ളത്. അതുകൊണ്ടല്ലേ ആണുങ്ങളെ ഞങ്ങൾ നിർത്തൂല. വിരോധമൊന്നുമില്ല, പക്ഷെ ലേഡീസിനാണ് കുറച്ചുകൂടെ പ്രിഫറൻസ്, പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ലേഡീസ് ആയതുകൊണ്ടാണ്. ഇപ്പൊ ഇനി ഇവര് രണ്ടുപേരും താനിയ സുധ എന്ന് പറഞ്ഞാൽ അവരുടെ ഫോട്ടോസ് ഒക്കെ പുറത്ത് കാണാം. അത് ഞാൻ എന്തായാലും കാണിക്കാം. അവരുടെ വീവേഴ്സിന്റെ കൂടെ നമുക്ക് 17,000 ഓഫ് വീവേഴ്സ് ഉണ്ട്. ഇവരാണ് നമ്മുടെ എല്ലാ വീവിംഗ് യൂണിറ്റിലും. ഇതാണ് സുജാത, ഇതാണ് താനിയ മാം. അപ്പൊ സുജാതര സു, താനിയര ത, അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ വീവേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 13 ഷോറൂം ഉണ്ട്. അപ്പൊ ഈ 13 ഷോറൂമില് 17,000 വീവേഴ്സ് തന്നെ ഇവർക്കുണ്ട്. ഇവരുടെ ഓൺ ഡിസൈൻസ്, ഇവരുടെ ഓൺ പ്രിന്റ്സ്, ഇവരുടെ ഓൺ സ്റ്റൈൽസ് ആണ് മൊത്തം ഈ ഒരു ഷോറൂമിൽ ഇരിക്കുന്നത്. ഈ ഒരു ഷോറൂം തന്നെയല്ല, ഏതൊരു ഷോറൂമിലായാലും വെബ്സൈറ്റിലായാലും ഫുൾ ഇവരുടെ ഓൺ യൂണിക് ഡിസൈൻസ് ആണ് മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. പുറമെ ഇതൊന്നും കിട്ടില്ല. അത് ഉറപ്പാണ്. കോപ്പിറൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, ബട്ട് സുധയോട് പിടിച്ചു നിൽക്കാൻ അതിനൊന്നിനും കഴിഞ്ഞിട്ടില്ല. അതാണ് സുധ. ഇത് മോള് കയറ്റി. അപ്പൊ സുധനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം ഡിഫറെന്റ് യൂണിക്. അതിന്റെ പിന്നെ ഇവര് ഫൈബ്രിക്കിനെ കുറിച്ച് പറയാൻ ഭയങ്കര സോഫ്റ്റ്, കംഫർട്ടബിൾ. ആ ഒരു കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ പറയാനായിട്ട്. പിന്നെ ഇനിയിപ്പോ ഈ ഒരു പോർഷൻ നമുക്ക് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ഇപ്പുറത്തേക്ക് കാണുന്നല്ലോ. അതിനു മുന്നേ ഈ സംഭവം എന്താ? ഇതെന്ന് പറയുന്നത് നമുക്ക് ഓൾഡ് സാരീസ്, സുധയുടെ തന്നെ അല്ല, ഏത് ഓൾഡ് സാരീസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സുധ മേടിക്കും. കേട്ടാ, സുധ മാത്രം അത് ചെയ്യണം, വേറൊരു സ്ഥലത്ത് പോയാലും ഇത് ചെയ്യാം. നമ്മുടെ ക്യാരി ബാഗ്, എർത്ത് ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാഗ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഇത് വരുന്നത് നമ്മുടെ ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സിൽ നിന്ന് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ വീട്ടിലുള്ള എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഡ്രസ്സുകളും കാര്യങ്ങളും നമ്മൾ എടുക്കും, എന്നിട്ട് ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ അവർക്ക് കൊടുക്കും. അവർക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് അതങ്ങ് റെഡീം ചെയ്യാം. ഓക്കെ, അപ്പൊ റെഡീം ഓപ്ഷനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പർച്ചേസ് ചെയ്താലും അടുത്ത പർച്ചേസിംഗിന് നമുക്ക് അത് ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് സ്റ്റോറിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇല്ല, സ്റ്റോറിൽ മാത്രമേ. സ്റ്റോറിൽ ഏത് സ്റ്റോറിൽ നിന്നാണ് നമ്മൾ മേടിച്ചെന്ന് വെച്ചാൽ ആ സ്റ്റോറിൽ മാത്രമേ പറ്റുള്ളൂ. ഇനി നമുക്ക് അതിന്റെ ലോയൽറ്റി പോയിന്റ്സ് ഉണ്ട്. ലോയൽറ്റി പോയിന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് ലോയൽറ്റി പോയിന്റ്സ് ഉണ്ടാവും, അത് നമുക്ക് റെഡീം ചെയ്യാം. അതും ചെയ്യാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ സുധ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്ക് പാർട്ടി വെയർ ആയി, കേരള ട്രഡീഷണൽ വെയർ ആയി, അങ്ങനെ പല സാരീസ് ആണ്. അതിൽ നമുക്ക് ബാട്ടിക് പ്രിന്റ് വരുന്നുണ്ട്, കാന്ത വർക്ക് വരുന്നുണ്ട്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്, അങ്ങനെ അതുപോലെ ഹാൻഡ്ലൂം കോട്ടൺ. ഇതൊക്കെ എവിടെയാണ് നമുക്ക് ഹാൻഡ്ലൂം കോട്ടൺ വരുന്നത്? ഇത് ഹാൻഡ്ലൂം, പക്ക ഹാൻഡ്ലൂം കോട്ടൺ. ഓ, ഇത്രയും നാള് നമ്മൾ പിടിച്ച ഹാൻഡ്ലൂം കോട്ടൺ ഒന്നും അല്ല കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ്. നമുക്ക് ആ മൽമൽ കോട്ടന്റെ സെയിം ആ ഒരു ഫീലിംഗ് നമുക്ക് ഇതിൽ കിട്ടും. ഇത് ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നത്. ഒക്കെ വീവിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. സിൽക്കാണ്, അതും പക്ക പ്യുവറിൽ. അത് ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഇത് കാണുന്നത്. സോഫ്റ്റ് ടസർ സിൽക്കാണ്. എന്ത് രസല്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. സുധ ഒരു തവണ ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണ, ഞാൻ ഇത്ര നാൾ പറഞ്ഞ ഹാൻഡ്ലൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ലൂമിലേക്ക് കടക്കില്ലാന്ന്. ഇന്ന് ഞാൻ പറയണത് തിരുത്തിയിട്ട് സുധ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
ബാക്കിയുള്ള എല്ലാതും മറക്കും അല്ലെ? അതെ. അത്രയും സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഫീലിംഗ് ചെയ്യുന്ന അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് മൊത്തം നമുക്ക് വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റില്ല. അത് ജസ്റ്റ് സ്റ്റോറിൽ തന്നെ വിസിറ്റ് ചെയ്യണം. ഇനി സ്റ്റോറിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം നമുക്ക് ഇവിടേക്ക് വരാം. അവിടെ എന്താണ് ഇതാ നമ്മുടെ എർത്ത് ബാഗ് എന്ന് പറഞ്ഞത്. ഇങ്ങനെയാ ചെയ്യാം ആക്ച്വലി ബാഗ്. ഓക്കെ. പഴയ സാരീസ് എടുത്തിട്ട് ബാഗ് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ. ഞങ്ങൾ തരുന്ന ഡ്രസ്സുകൾ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരി ബാഗ് ചെയ്തിട്ട് ഈ ബാഗ് നിങ്ങൾ നിങ്ങളുടെ സാരീസ് ഇട്ടിട്ട് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കുക, അങ്ങനെയാണോ? പർച്ചേസ് ചെയ്യുന്നവർക്കും കൊടുക്കാറുണ്ട്, കളക്ട് ചെയ്യുന്നതിനും. ഓക്കെ. ഇതാണ് സുധ. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? എന്നാൽ നല്ല യൂണിക് ആയിട്ട്. ചാർജ് ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ശരിക്കും. അപ്പൊ ഇതിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് കുറച്ച് ഡിഫറെന്റ് ആയില്ലേ? നല്ല രസമായിട്ടുണ്ട്. ഇതിന് മാച്ച് ആയില്ലേ? എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നോർമൽ. ഓക്കെ ഓക്കെ. ഇതല്ലേ? ഇതും എനിക്ക് തോന്നുന്ന റീസൈക്കിളബിൾ ആണ്. അതെ അതെ, എല്ലാ പർപ്പസിനും ബാഗ് ഈസ് മെയ്ഡ് ഔട്ട് ആണ്. ഓക്കെ. ഇതും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നോർമൽ സാരി ഇതിന്റെ ആണില്ലേ, അതിൽ സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത യാൺ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ ഈ ബാഗ് തന്നെയല്ല, ഈ ബാഗും തന്നെയല്ല, കുറേ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് നമുക്ക് ബാക്കി കാണിക്കാനുണ്ട്. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് വരുന്നത് പല പല വർക്ക്സ് ഒക്കെ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ്, വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല. ഇതൊക്കെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. കേരള ട്രഡീഷണൽ വെയറുടെ ഇതിലും ഉണ്ട് അല്ലേ? അതിലുണ്ട്. എന്ത് രസാ. അപ്പൊ ഇത് ഫുൾ നമുക്ക് ഒരു ഇതിലായി. ഇതെന്താ വരുന്നത്? ഇത് ജസ്റ്റ് നമ്മൾ പെയർ ചെയ്തിട്ടേക്കുന്നു, ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പെയർ ചെയ്ത്. പിന്നെ നമ്മളിപ്പോ ഇവിടെ വരുമ്പോ നമുക്ക് ഇപ്പൊ സാരി ഉടുക്കാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് ആ സാരി ഉടുപ്പിച്ച് തരും. നിങ്ങള് സാരി ഉടുപ്പിച്ച് കൊടുക്കും. എങ്ങനെ? നമ്മൾ തന്നെ സ്റ്റൈല് ചെയ്ത് കൊടുക്കും. പിന്നെ പുറത്ത് പോകുമ്പോഴത്തേന് കസ്റ്റമറിന് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ഡ്രൈപ്പ് ചെയ്ത് കൊടുക്കും. പ്രീ ഡ്രൈപ്പ് എന്ന് വെച്ചാൽ 1 മിനിറ്റിന്റെ ഉള്ളിൽ പെട്ടെന്ന് സാരി ഉടുക്കാൻ പറ്റും. അപ്പൊ ആ 1 മിനിറ്റിന്റെ സാരി ഒന്ന് നമുക്ക് ഉടുത്ത് കാണിച്ചാലോ? കാണിക്കാം. എന്നിട്ട് നമുക്ക് ബ്ലൗസിലേക്ക് കിടക്കാം. ഓക്കെ. സാരി മാറി വീണ്ടും എത്തി. അടിപൊളി ഒരു ഡിസൈനർ വിത്ത് ബ്ലൗസ് ആയിട്ട് അല്ലേ? അതെ അതെ. അത്യാവശ്യം ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, ക്ലാസി വെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കൊടുത്താൽ മതി സാരി. അതിന് ഡിസൈനർ ഒരു ബ്ലൗസ് ആണ്. ഇപ്പൊ ഈ സാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വിത്ത് ബ്ലൗസോ വിത്തൗട്ട് ബ്ലൗസോ ഒക്കെ 2 ടൈപ്പ്. ഇതിപ്പോ ഇതിൽ നമുക്ക് റണ്ണിങ് ബ്ലൗസ് വരുന്നതല്ല, നമുക്ക് പെയർ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. സുധയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ കൂടെ ഏത് ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം. അതാണ് നമ്മുടെ ഇതാണ്. അതൊക്കെ പോട്ടെ. ഇത് ഇനി ഇവിടെ കുറച്ച് ഈ സാരീസ് ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇത് നമ്മുടെ ബനാറസിയാണ്. കോൺട്രാസ്റ്റില്. അതെ, പക്ക പ്യുവറിൽ വരുന്ന സാരീസ് ആണ്, ബനാറസി സ്റ്റൈലില്. പിന്നെ വരുന്നുണ്ട് കാഞ്ചീപുരം. വാവ്, അതും കോൺട്രാസ്റ്റിൽ തന്നെ. ഒക്കെ പച്ചയുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് കളക്ഷൻസ് ഇതൊന്നല്ല കേട്ടോ. ഇതൊക്കെ കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും തികയില്ല, അത്രയും കളക്ഷൻ. വാവ്, ഇതെന്ത് സംഭവം? നല്ല ഗോൾഡ്. ഇത് നമ്മുടെ രാഗ കളക്ഷൻസിൽ വരുന്നതാണ്. രാഗ കളക്ഷൻ. നമുക്ക് എല്ലാ കളക്ഷൻസിനും അതിന്റേതായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. ശരിക്കും ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോന്നിനും പേര് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് പെയർ ചെയ്ത് പിന്നെ റഫൽ സ്റ്റൈൽ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ? അതെ അതെ. ഇത് മൽക്കോട്ടനിൽ മല്ലാണ്. അപ്പൊ ഇടിക്കുമ്പോ അറിയാട്ടോ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുമ്പോൾ. ഇത് റഫൽ ടൈപ്പാണ്. ഇതൊന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ? ഇത് വിത്ത് ഡിസൈനർ ബ്ലൗസ് അല്ലേ? റഫൽ മോഡലായിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. അപ്പൊ ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഡിസൈനർ ബ്ലൗസ് ഒക്കെ ഏത് ഭാഗത്തായിരിക്കുന്നത്? നേരെ. അപ്പൊ നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോയാലോ? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നല്ല, ഇതൊക്കെ സാരീസിന്റെ ഫുൾ കളക്ഷൻസ്. കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമുക്ക് ഫുൾ എക്സ്ക്ലൂസീവ് സ്റ്റൈലിലായിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ്. അതിൽ സ്ലീവ് ഉള്ളത് വേണോ, സ്ട്രൈപ്പ് നൂഡിൽസ് സ്ട്രൈപ്പ് ആയിട്ടുള്ളത് വേണോ, അതുപോലെ സ്ലീവ്ലെസ് സ്ലീവ് ഉള്ളത്, എങ്ങനെ ഏത് രീതിയിൽ പെയർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കും പെയർ ചെയ്യാം. സൈസസ് നമ്മൾ ഇട്ടേക്കുന്നത് ഇത് എക്സ്ട്രാ സ്മോൾ സൈസസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ മുകളിൽ എഴുതിയിരിക്കണുണ്ട് എക്സ്ട്രാ സ്മോൾ സൈസ്. അപ്പൊ ഇത് ഫുൾ ആ ഒരു കൗണ്ടറാണ് വരുന്നത്. അപ്പൊ ഇഷ്ടമുള്ള കംപ്ലീറ്റ് എക്സ്ട്രാ സ്മോൾ സൈസസ്. പിന്നെ ഇവിടെ പാകാവണില്ല ആ ഒരു ടെൻഷനും വേണ്ട. കാരണം ഇവിടെ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പൊ ഈ കാണുന്ന ഫുൾ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സ്ട്രാ സ്മോൾ സൈസിന്റെ സ്ലീവ്ലെസ് 2-3 കാണിച്ചത്. സ്ലീവ് ഉള്ളതും പെയർ ചെയ്തേക്കുന്ന അതിന്റെ കളർ ചേഞ്ച്. അത് പക്ഷെ നല്ല സുഖം കേട്ടോ, കൊടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ കൂടിയാണ്, നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സ്ലീവ്ലെസ്. ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? വേണം, അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇപ്പൊ ഇതിൽ വരുന്നില്ല. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. പക്ഷെ സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നതാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ. ഭംഗി കൂടുതൽ ഈ 18, 19, 20 വയസ്സുകാരാണ് സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നത്. ചുമ്മാ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യും. തളച്ചികൾ ഇപ്പൊ സ്ലീവ്ലെസ് ആണ്. ഓക്കെ, ഇത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള
നമുക്ക് ട്രഡീഷണൽ വെയർസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ഇത് ബാക്ക് നെക്ക് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നെക്ക് ഹൈ നെക്ക് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് അതിൽ തന്നെ വർക്ക് വരുന്നത്. ഇപ്പൊ ഈ കാണിക്കുന്നത് എല്ലാതും എക്സ്ട്രാ സ്മോൾ എന്ന് വിചാരിക്കണ്ട. ഇപ്പൊ ഇതിന്റെ എല്ലാ സൈസസും എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ബ്ലൗസസില്. അപ്പൊ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ സ്മോൾ സൈസ് ആണ് ഈ ഫുൾ വരുന്നത്. ഈ സ്മോൾ സൈസിൽ വരുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നത്. അയ്യോ യെസ്, നല്ല ഭംഗിയില്. ഇതും സാരീസിലൊക്കെ കൂടെ സാരീസിന്റെ കൂടെ നമ്മുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ സുജാത മാം ഏകദേശം സാരീസിന്റെ കൂടെ അത് പെയർ ചെയ്തിട്ട്. അതെ, സുജാത മാം കൂടുതൽ ഇങ്ങനത്തെ ബ്ലൗസസ് ആണ് പെയർ ചെയ്യുന്നത്. സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യുന്നത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതെ, ഇതൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. അത് ഉടുക്കണവര് കാണാം അതിന്റെ കൂടുതൽ ഇത്. പിന്നെ ഇതൊക്കെ നമുക്ക് ഏതൊക്കെ കാണുന്നതൊക്കെ ഇതൊക്കെ നമ്മള് സാരീസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ സെയിം നമുക്ക് ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ. വിത്ത് പാഡഡ് ആണല്ലോ. പാഡഡും നോൺ പാഡഡും നമുക്ക് വരുന്നുണ്ട്. നോൺ പാഡഡ് നമ്മൾ ഹാങ് ചെയ്യാറില്ല. ഓക്കെ ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് സ്മോളായി, ഇത് എക്സ്ട്രാ സ്മോളായി. ഇനി നമ്മുടെ സൈസ് വേണ്ടേ? നമ്മുടെ സൈസ് എവിടെയാ? ഈ ബ്ലൗസസിൽ തന്നെയും പാഡഡ് വരുന്നത് പാഡഡ്സ് വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കും. അത് ഓക്കെ, അതും ഇവിടെ ചെയ്ത് അവൈലബിൾ. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ സൈസ് എവിടെയാ? എന്റെ സൈസ് മീഡിയം. യെസ്, ഞങ്ങളുടെ സൈസാണ് മീഡിയം. ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്ന സൈസ് ലാർജ് ആണ്. പക്ഷെ സുധ എന്ന ബ്രാൻഡിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് മീഡിയം മതി. ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമുക്കൊരു ഫീലിംഗ് ഒരു സൈസ് ലെസർ ആവും തോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാണ്. അപ്പൊ എനിക്ക് എന്റെ സൈസ് മൊത്തം ഈ മീഡിയം, ഇവിടെ ഫുൾ സ്ലീവ്ലെസ്സിൽ. അതുപോലെ അടിയിലത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ് ഉള്ളതാണ് കേട്ടോ. അത് 3/4 ഉണ്ട്. ഫുൾ സ്ലീവ് വരുന്നുണ്ട്. മുട്ടിന്റെ എൽബോന്റെ അവിടെ അത് എങ്ങനെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് വരുമ്പോൾ നമുക്ക് ലാർജ് സൈസസ്, ലാർജും XXL നമുക്ക് XXL വരെ സൈസസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹാങ്ങറിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ XXL ഒന്നും നേരെ കിടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് സ്റ്റാക്ക് ചെയ്തേക്കും. ഓക്കെ. അപ്പൊ ഇത് ഫുൾ ബ്ലൗസിന്റെ കളക്ഷൻ. പിന്നെ കിഡ്സ് വെയർ ഉണ്ട്, അതുപോലെ മെൻസ് വെയർ ഉണ്ട്. അതൊന്നും എവിടെയായി ഒന്ന് കാണിച്ചു. യെസ്, ഇതാണ് ഇത് നമ്മുടെ മെൻസിന്റെ ഷർട്ട്സും. ഓക്കെ, മെൻസിന്റെ പറയുമ്പോ എന്തൊക്കെയാ ഐറ്റംസ് വരുന്നത്? ഫെസ്റ്റീവ് ആയിട്ടുള്ള കളക്ഷൻസാ വരിക. കുറച്ച് നമുക്ക് ദീപാവലിക്കൊക്കെ വെയർ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷണൽ വെയർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. മാരേജിന്, ഹൽദി, അങ്ങനെ ചെയ്യാം. ബീച്ച് സൈഡിലൊക്കെ പോവാൻ ചാൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബീച്ച് വെയർ ടൈപ്പ് ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ട്. പിന്നെ നോർമൽ മുണ്ടൊക്കെ ഉടുത്ത് പുറത്ത് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയത് പ്ലെയിൻ ആയിട്ടുള്ളത്. പ്ലെയിൻ. ഓക്കെ, അങ്ങനെ. അപ്പൊ ലിനൻ ടൈപ്പ് ആണിത്. ഇത് ഫുൾ ലിനൻ, പ്യുവർ ലിനനിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ അതിൽ ഭയങ്കര ബോഡി സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ടൈപ്പ്. അത് ഞാനിപ്പോ രണ്ടാമത്തെ സാരി ഉടുക്കണം. ഇത് ഉടുത്തപ്പോഴും നമുക്ക് ആ ഒരു ഫീൽ, എന്തായാലും ഇതിന്റെ ആ ഒരു ടെസ്റ്റ്, ഇതിന്റെ സ്ത്രീകൾ ഫീൽ ചെയ്യുന്ന അതേ ഒരു സോഫ്റ്റ്നെസ് ജെന്റ്സിനും ഫീൽ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അവർ അത് പ്രിപ്പയർ ചെയ്തത്. അതാണ് എന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് മൊത്തം ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് മെൻസ് വെയറും ലേഡീസിന്റെ തന്നെയല്ല, കിഡ്സ് വെയറിലും സെയിം ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ കിഡ്സ് വെയറിൽ നമുക്ക് എത്ര തൊട്ട് എത്ര വരും? കിഡ്സിന് നമുക്ക് 1 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇപ്പോഴത്തെ. അത് ആൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. ആൺകുട്ടികൾക്കും ഒരു ധോത്തി പാൻസ് അങ്ങനത്തെ അങ്ങനത്തെ ഈ മോഡലൊക്കെ വരുന്നുണ്ട്. ഫ്രോക്ക് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് ആയിട്ടുള്ള സ്കേർട്ട്, അങ്ങനത്തെ മോഡലൊക്കെ വരുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു എത്നിക് സ്റ്റൈൽ വേണമെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. അതും കുഞ്ഞുങ്ങളുടെ ബോഡിക്ക് അങ്ങനെ വലിയ ഹാർംഫുൾ ആയിട്ട് ഇങ്ങനെ ഇറിറ്റേഷൻ, ഇച്ച്നെസ് ഒന്നും ഉണ്ടാവാത്ത ടൈപ്പിൽ അങ്ങനത്തെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കുന്നത്? ഇത് നമുക്ക് ലെഹങ്കാസ് ആണ്. ലെഹങ്കാസ് നമ്മളവിടെ പെയർ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ സെയിം ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ. ഇത് കാണുന്ന വെൽവെറ്റിന്റെ ആണല്ലേ? വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ വെയിറ്റ് അല്ല, ബോഡിക്ക് ഭയങ്കര സുഖമാണ്. സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ബ്ലൗസിന്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇത്. പിന്നെ ഈ ഒരു വൈറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ? ഇതൊക്കെ എന്താ പറയാ, 3 ലെഹങ്കാസിന്റെ കുറെ ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും വെബ്സൈറ്റിൽ കയറിയ ഇവരുടെ കറക്റ്റ് ആയിട്ടുള്ള സ്കേർട്ടാണ്. വാവ്, ആ ഒരു സ്കേർട്ട് ഒന്ന് വെറുതെ വെച്ച് നോക്കിയാലല്ലേ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. ശരിക്കും ഇതായിരിക്കും ലുക്ക്. ലെങ്ത് നോക്ക്. ഇനിയിപ്പോ ലെങ്ത് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് ഇവിടെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് അല്ലെ ഓർഡർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ലെഹങ്ക. ആഹാ, വൈറ്റ് വേണോ, റെഡ് വേണോ, അങ്ങനെ എല്ലാ മെറ്റീരിയൽ നമ്മുടെ മൽക്കോട്ടൺ ആ ഒരു ഇതാണ്. സെയിം ഫാബ്രിക്. കൂടുതലും മൽക്കോട്ടൺ ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു നമ്മുടെ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ വെയർ ചെയ്യാൻ അതായിരിക്കും. അതെ, പിന്നെ ഇപ്പൊ ചൂടുകാലമാണ് ഇനി വരാൻ പോണത്. അപ്പൊ ആ ഒരു ചൂടുകാലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫൈബ്രിക്സും ഇവിടെ അവൈലബിൾ. അപ്പൊ ഇത് സിന്തറ്റിക് ഫൈബേഴ്സ് വേറെ ഒന്നുമില്ല, എല്ലാം ഓർഗാനിക് പ്യുവർ ആയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. അതാണ് സുധ. അപ്പൊ ഇത് ഫുൾ ലെഹങ്കാര കളക്ഷൻസ് ആയി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് മൊത്തം എത്നിക് വെയർ കളക്ഷൻ. വെസ്റ്റേൺ ഒന്നുമില്ല. വെസ്റ്റേൺ ഇല്ല. നമ്മൾ എത്നിക് ആണ്, നമ്മൾ ഇന്ത്യൻ ആണ്. എത്നിക് രീതിയിൽ പോയാൽ മതി. ഇനി കസ്റ്റമൈസ് എവിടെയാണ് നടക്കുന്നത്?
സാരി ഞാൻ എടുത്തു കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ കസ്റ്റമൈസ് ഉണ്ടെന്ന് പറഞ്ഞു. 1 മിനിറ്റ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസും ഇവിടെ ചെയ്ത് തരും എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്യണ്ട. അപ്പൊ എന്തായാലും ഈ സാരി ചേച്ചിയാണോ ഇവിടെ ചെയ്യുന്നത്? ചേച്ചി കാര്യമായിട്ട് എന്തൊക്കെ ഞാൻ കാശൊന്നും കൊണ്ടിട്ടില്ല. നമുക്ക് 1499 കസ്റ്റമൈസേഷന് ചാർജ് വരും. പക്ഷെ അത് മാം ഇതിന് വേണ്ടിയിട്ട് മുടക്കുന്നത് വെറുത്ത 1499 നമ്മൾ ഈ ഡ്രേപ്പ് ചെയ്യുന്നതിന് ഇവിടുന്ന് സെലക്ട് ചെയ്ത ഏത് സാരി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിന് കസ്റ്റമൈസേഷൻ ചാർജ് 1499 ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു സാരി എന്തായാലും ചേച്ചി എനിക്കൊന്ന് പെട്ടെന്നൊന്ന് ആക്കി തരാൻ പറ്റുമോ? നോർമൽ സാരി ഉടുക്കാൻ 15 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് മാം 1 മിനിറ്റ് കൊണ്ട് കൊടുത്തു വെക്കാം. 1 മിനിറ്റ് കൊണ്ട് സാരി ഉടുക്കണം എനിക്ക്. അപ്പൊ ഇതൊന്ന് അതുപോലെ ഒന്ന് സെറ്റ് ആക്കി അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? ഓക്കെ. അപ്പൊ ഇവിടെയാണ് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ. ഇപ്പൊ ഇത് മാത്രമല്ല, ബ്ലൗസ് ആയാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അത് ഇവിടുന്ന് ഏത് ഇഷ്ടമുള്ള നോക്കിയിട്ട് എടുത്താലും സ്ലീവ് വെക്കണോ, സൈഡ് ഓർഡർ ചെയ്യണോ, എന്ത് വേണം എല്ലാത്തിനും നമ്മുടെ തയ്ക്കുന്ന ചേച്ചിയാണോ? അപ്പൊ ചേച്ചി പണി തുടങ്ങിക്കോ. ഓക്കെ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ശരിയാക്കി തന്നാ? 1 മിനിറ്റ് എന്തിനിപ്പോ ചെയ്തതില് ചേച്ചി? ആകെ 10 മിനിറ്റ് പോലും എടുത്തില്ലല്ലോ. വാവ്, ഇത് ഇനി ഉടുത്ത് വരണോ? അടിപൊളിയായിട്ടില്ലടാ നീ ഇത്. അതാ നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അതെ, സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അപ്പൊ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലൗസും നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സെയിം ഇതും ശരിയാക്കിയിട്ടുണ്ട്, നമ്മുടെ സൈസിനാക്കി. ഓക്കെ. ഞാൻ ഇവിടെ ഇത് ഇരുന്നപ്പോ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇത് എന്താ സംഭവം? ഇത് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ആണ്. നമുക്കിപ്പം നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ വണ്ണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സാധനം മേടിക്കുക, ബോക്സിനകത്താക്കുക, കൊടുക്കുക. ഓ, നമുക്കപ്പൊ ഏത് ഏരിയയിലാണ് നമ്മുടെ ആളിരിക്കണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഇന്ന സ്ഥലത്തേക്ക് കൊറിയർ ചെയ്യുമ്പോ അതിൽ ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഹാപ്പി എന്താണോ മെൻഷൻ ചെയ്യാനുള്ളത് നമ്മൾ മെൻഷൻ അതുകൂടെ ചെയ്തുതരും. അപ്പൊ അതിനും ടെൻഷൻ ഇല്ല. അപ്പൊ ഗിഫ്റ്റ് ബോക്സും ആയി അല്ലാതായി. ഈ സാരി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്നും എടുത്ത് കാണിച്ചേ. ഇത് നമ്മുടെ സ്റ്റോർ എക്സ്ക്ലൂസീവ് ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ ഉണ്ടാവില്ല. ഓ, ഓൺലൈനിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, എക്സ്ക്ലൂസീവ് കളക്ഷൻ അത് സ്റ്റോറിൽ വന്നാൽ മാത്രം കിട്ടില്ല. അപ്പൊ സ്റ്റോർ എവിടെയൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ മുംബൈ ഉണ്ട്, പൂനെ ഉണ്ട്, താനെ ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, ഡൽഹി ഉണ്ട്, ഭുവനേശ്വർ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് റായ്പൂർ നമുക്ക് ഇനാഗുറേഷൻ കഴിഞ്ഞു. അപ്പൊ 13 സ്റ്റോർ ടോട്ടൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നമുക്ക് പട്ടം കവടിയാർ റോഡില് മരപ്പാലം ജംഗ്ഷനിലാണ് സ്റ്റോർ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആങ്കർ ഫിസിയോതെറാപ്പി സ്പോർട്ട് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സുധ നിൽക്കുന്നത്. അപ്പൊ ജ്വല്ലറീസും ഇവിടെ അവൈലബിൾ ആണ്. ജ്വല്ലറീസിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുൾ കളക്ഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല. അതും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഗൂഗിളിൽ നമ്മുടെ നമ്പർ ഉണ്ട്. എപ്പോ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ടൈം വരുന്നത് 11 to 9 ആണ്. ഞാൻ സ്ക്രീനിലെ നമ്പർ തരുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ ഇത് അവിടെ വെച്ചോ. എന്തായാലും നമുക്ക് ഇതൊന്നും ഇട്ട് കാണിച്ചാൽ നമുക്കല്ലേ, ഞാൻ ഇട്ട് കാണിച്ചാൽ രണ്ടാളും കൂടി ഇതിൽ കൊള്ളൂല. എന്തായാലും എന്റെ ഹെൽപ്പ് ഇതിന് വേണ്ട, മാമിന് ഒറ്റയ്ക്ക് കൊടുക്കാവുന്നതേ. അത്രേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് ചുറ്റി ഒന്ന് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സാരി റെഡി. 1 മിനിറ്റ് ഇട്ടോ, ഇപ്പൊ വരാം. ഉടുത്ത് വന്നു. നല്ലൊരു സ്ലീവ്ലെസ് ബ്ലൗസോട് കൂടിയിട്ട്. എങ്ങനെയുണ്ട്? എത്ര മിനിറ്റ് എടുത്തു മാം എടുക്കാൻ? 1 മിനിറ്റ് പോലും വന്നില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം ഇത് വെറുതെ ഒന്ന് ഹുക്ക് ചെയ്യുക. ഇവിടെ ഒരു ചരടുണ്ട്, അതൊക്കെ ഇട്ടാതെ ഇട്ടു. അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ തന്നെ ഒരു കമ്മലെടുത്ത് ഇട്ടും ചെയ്തു. എങ്ങനെയുണ്ട്? നൈസാണ്. അത് ഞാനല്ല പറയട്ടെ. ഓക്കെ. ഇത് എവിടെ ഈ സാരി ഇരിക്കുന്നത്? ഇതുപോലത്തെ കുറെ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ എല്ലാ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് മാം നമുക്ക്. ഓക്കെ. ഇതിന്റെ സെയിം ഇതിന്റെ സെയിം ആണ്. ഓക്കെ. പിന്നെ അതിന്റെ കോഫി കളർ വരുന്നുണ്ട്. അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് കിട്ടും. ഇത് പക്ക ഫുൾ സാരിയാണ് കേട്ടോ. ഇപ്പൊ ഇത് നമ്മള് 1 മിനിറ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇത് ഊരി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. വേറെ ഡ്രസ് ഇട്ട് കഴിഞ്ഞിട്ട് ആക്ച്വലി ജസ്റ്റ് ഒരു ഹുക്ക് ചെയ്താൽ മതി. ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെയുള്ള ഏത് സാരി ആയാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇനി ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എന്നാലും ഒന്നുകൂടി സുധനെ കുറിച്ച് പറയാം. സുധ എന്ന് പറയുന്നത് വെറും ഒരു സുധയല്ല, ഒരു ബ്രാൻഡാണ്. ഓക്കെ. ആക്ച്വലി ഇത് മുംബൈ 2 ഡോട്ടേഴ്സ് അല്ല, ആക്ച്വലി സിസ്റ്റേഴ്സ് എന്ന് പറയാം. 2 സിസ്റ്റേഴ്സും കൂടി സുജാതയും താനിയും. ഇവര് 2 സിസ്റ്റേഴ്സും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു സുധ എന്നാണ് സംരംഭമാണ് ഈ ഒരു സുധ എന്ന് പറയുന്നത്. സുജാതര താനിയുടെ അങ്ങനെ വന്നിട്ടുള്ളതാണ് സുധ. ഇനി സുജാത എന്ന് പറയുന്നതിന്റെ സുധ എന്ന് കിട്ടുന്ന മീനിങ് എന്താ? സുജാത അത് നോർമലി സുധ എന്നുള്ളതിന്റെ മീനിങ് ത്രെഡ് എന്നാണ്. അതാണ് ആ ഒരു മീനിങ് വന്നിട്ട് അങ്ങനെ പേര് വന്നത്. ഇല്ല, അവര് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കുമ്പോ ഇതെല്ലാം വരും. പക്ഷെ മെയിൻ ഫോക്കസ് ഇതിന്റെ ബ്രെയിനും ഹാർട്ടും എന്ന് പറയുന്നത് സുജാത, താനിയ. അവര് രണ്ടുപേരാണ് ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇന്ന് 13 ഷോറൂം ഉണ്ട് കേട്ടോ. അപ്പൊ സാധാരണ നമുക്ക് കേരളത്തിൽ ഉണ്ടാവാറില്ല. കൂടുതൽ ഇവർക്ക് ഓൺലൈൻ വെബ്സൈറ്റിൽ ത്രൂ ആണ് സാധാരണ പർച്ചേസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മുംബൈയിലാണ് മെയിൻ ആയിട്ട് സ്റ്റോർസ് വരുന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷമുള്ള വാർത്ത എന്ന് പറയുന്നത് ഇവിടെ ട്രിവാൻഡ്രം ഉണ്ട്. കൊച്ചിയിൽ എത്ര നാളായി?
കൊച്ചിയിലും ഒരു 6-7 മാസത്തിന് മേളിലാണ്. കൊച്ചിയിൽ എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് അധികം ആയിട്ടില്ല. ഇല്ല, ആയിട്ടില്ല. ഒരു കൊല്ലം പോലും ആയിട്ടില്ല. എന്തായാലും ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഓരോരോ ഷോറൂമുകൾ ഇങ്ങനെ പടി കടന്ന് ഇങ്ങനെ അധികമായിട്ടില്ല, പക്ഷെ പോപ്പുലാരിറ്റി ഒരുപാട് പെട്ടെന്ന്. അത് 2016 തൊട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് തന്നെയല്ല, ഓൺലൈൻ മിന്ത്രയിലും ഒക്കെ അവൈലബിൾ. എല്ലാ ഇതിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതില് സുധാന്ന് അടിച്ചു കൊടുത്താൽ മതി. അവിടെ എല്ലാ തരം എന്നുവെച്ചാൽ ഫുൾ എത്നിക് കളക്ഷൻസ്. അതിൽ എല്ലാതും എന്ന് പറയുമ്പോൾ എല്ലാതും പറയാൻ പറ്റില്ല, കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ് അത് സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ. എന്തായാലും എൻ്റെ ഈ ഒരു 3 ലുക്ക് ഡിഫറെന്റ് ലുക്കായിട്ട് നമ്മൾ വേറെ അത് എങ്ങനെയുണ്ടെന്നുള്ള കോമന്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട. അപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യുക. അഡ്രസ്സ് വീണ്ടും പറയാണ്. ഇത് എവിടെ സ്ഥലം വന്ന്? നമുക്ക് പട്ടത്തുനിന്ന് കവടിയ റോഡിൽ മരപ്പാലം ജംഗ്ഷനിൽ ആങ്കർ ഫിസിയോതെറാപ്പി സ്പോർട്ട് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് ആണ് സുത്ത. കൊച്ചിയിൽ എവിടെയായിട്ടാ? കൊച്ചിയിൽ കച്ചേരിപ്പടിയാണ്. കച്ചേരിപടിയിലുണ്ട്. അപ്പൊ ഞാൻ അടുത്ത അവിടേക്ക് എന്തായാലും ഒന്ന് നോക്കി. അവിടെ സെയിം ഇതൊക്കെ തന്നെയാ? സ്റ്റോർ എക്സ്ക്ലൂസീവ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ സൺഡേ ഓപ്പൺ ആണ്, റീറ്റെയിൽ ആണ്, സിംഗിൾ പീസ് അവൈലബിൾ ആണ്. 11 മണി തൊട്ട് 11 മണി തന്നെ. ഇവര് 10 മണി 10:30 ആകുമ്പോഴേക്കും വരൂലേ? നമ്മള് അപ്പൊ വന്നോളൂ. 9 മണി വരെ ഉണ്ട്. അപ്പൊ എപ്പോ വേണമെങ്കിൽ വന്നു. സൺഡേ അവൈലബിൾ ആണ്. അപ്പൊ ഒന്ന് വന്നാൽ മതി. ഇനി ഇവരെ 365 ഡേയ്സും വർക്കിംഗ് ആണ്. ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും റെസ്റ്റ് തരില്ല. സാരി ലവേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. എല്ലാ ദിവസവും എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പൊ എല്ലാ എക്സ്ക്ലൂസീവ് കളക്ഷൻസും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറന്നു കണ്ട് എല്ലാതൊന്നും പറയാൻ പറ്റില്ല, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഇനി കാണാൻ കെടുക്കുന്നുള്ളൂ. വേഗം പോകുന്നെങ്കിൽ ഇനി സ്റ്റോറിന്റെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നേ, ജസ്റ്റ് ഒന്നൊരു ഹൈ പറയാൻ വാ, വേമ. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ടീം, നമ്മുടെ ചേച്ചി ആന്റി എന്താ വിളിക്കുക? ചേച്ചിന്നും ആന്റിമീന്നും വാ ജസ്റ്റ് ഒരു ബായ് പറയാൻ വേണ്ടിട്ടാണേ. വാ ചേച്ചി മേക്കപ്പ് ചെയ്യാൻ പോയിക്കാ. ആന്റിയുടെ പേരെന്താ? ഗാനമ്മേ. അതേ വന്നു, പേര് വിളിച്ചു പോന്നു. ആന്റി എന്ന് പറഞ്ഞു. എന്നെ 1 മിനിറ്റ് സാരി ആക്കി തന്നത് ആന്റിയാണ്. ആന്റി എന്ന് പറയാൻ പറ്റില്ല, ചേച്ചി. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ. വാ സുമി വാ. ഇവരൊക്കെയാണ് ഇവിടുത്തെ സ്റ്റോറിലത്തെ ടീമിലത്തെ ആൾക്കാർ അല്ലേ? ബാക്കി ഇനി വേറെ വല്ലവരുണ്ടോ? ഒരാളുണ്ട്, ആള് ഫീവർ ആയിട്ട് കിടപ്പില്ല. അയ്യോ, മിസ്സായി പോയി. അപ്പൊ ശരി. അപ്പൊ ഈ ഫുൾ ടീം എല്ലാവരും ഒരു താങ്ക് യു. എല്ലാവർക്കും വേണ്ടി ഇത്ര നേരം നമുക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ നോക്കിയത് ചേച്ചിയാണ്. നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങൾ നോക്കിയത് നമ്മുടെ ഫുൾ 3 ഇവർ 3 പേരും. എൻ്റെ ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്, അതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ട് കളക്ഷൻസ് ഒക്കെ എടുത്തു തന്നത്. അങ്ങനെ ഹോൾ ടീം എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാട്ടെ. ബൈ. താങ്ക് യു.